അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത 12 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ കാലം എത്ര കടന്നുപോയാലും മനസ്സിൽ മായാതെ നിലനിൽക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹൃദയത്തിൽ ചില നിമിഷങ്ങൾ വളരെ ആഴത്തിൽ പതിയാറുണ്ട്. അത് സന്തോഷത്തിൻ്റെ ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ വേദനയുടെ മുറിവുകളുമായിരിക്കാം. വർഷങ്ങൾ കഴിഞ്ഞാലും ചില സംഭവങ്ങൾ അവർ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കലും എളുപ്പത്തിൽ മറക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഗർഭകാലത്ത് അനുഭവിച്ച അവഗണനയും ക്രൂരതയുമാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും വികാരനിർഭരവുമായ കാലഘട്ടമാണ് ഗർഭകാലം. ഈ സമയത്ത് അവൾക്ക് ശാരീരികമായും മാനസികമായും വലിയ മാറ്റങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കരുതലിന് പകരം അവഗണനയോ കടുത്ത പെരുമാറ്റമോ ലഭിച്ചാൽ അത് അവളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ വേദന പല സ്ത്രീകളും ഒരിക്കലും മറക്കില്ല. 2, പ്രസവ സമയത്ത് ലഭിക്കാത്ത പിന്തുണയാണ്. പ്രസവം ഒരു സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണമായ ഒരു കാര്യമാണ്. ആ സമയത്ത് ഭർത്താവിൻ്റെയോ അടുത്തവരുടെയോ മാനസികമായ പിന്തുണ അവൾക്ക് വലിയ ശക്തിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട നിമിഷത്തിൽ ആരും കൂടെയില്ലാതിരിക്കുകയും അവളുടെ വേദനകളെ തിരിച്ചറിയാതെ അവഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും അവരുടെ ഓർമ്മയിൽ നിലനിൽക്കും. മൂന്നാമത്തെ കാര്യം പരസ്യമായി അപമാനിക്കപ്പെട്ട സംഭവമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കിനേക്കാൾ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്നത് കൂടുതൽ വേദനാജനകമായ കാര്യമാണ്. ഭർത്താവോ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ പൊതുസ്ഥലത്ത് പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ അത് ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നീട് ബന്ധം എത്ര മെച്ചപ്പെട്ടാലും ആ സംഭവം മനസ്സിൽ മായാതെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം വിശ്വാസ വഞ്ചനയാണ്. ഒരു ബന്ധത്തിൻ്റെ അടിത്തറയാണ് വിശ്വാസം. ഒരിക്കൽ ഒരാളിൽ പൂർണ്ണ വിശ്വാസം വെച്ച ശേഷം ആ വിശ്വാസം തകരുമ്പോൾ അത് സ്ത്രീകളെ ആഴത്തിൽ വേദനിപ്പിക്കും. കള്ളം പറയൽ, രഹസ്യങ്ങൾ മറച്ചുവെക്കൽ, വഞ്ചന എന്നിവയിലൂടെ ഉണ്ടായ മുറിവുകൾ പലപ്പോഴും വർഷങ്ങളോളം മനസ്സിൽ നിലനിൽക്കും. കാരണം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം സ്വന്തം കുടുംബത്തെ അപമാനിച്ചതാണ്. ഒരു സ്ത്രീക്ക് അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ അത് നേരിട്ട് അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കും. ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ ക്ഷമിച്ചേക്കാം, പക്ഷേ കുടുംബത്തെ അപമാനിച്ച സംഭവം പല സ്ത്രീകൾക്കും മറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 6, പ്രയാസകാലത്ത് ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ. രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്നേഹവും പിന്തുണയുമാണ്. അത്തരം സമയങ്ങളിൽ കൂടെയുണ്ടാകേണ്ട ആളുകൾ മാറി നിൽക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് സ്ത്രീകളെ ഏറെ വേദനിപ്പിക്കും. പ്രതിസന്ധികളിൽ ആരാണ് കൂടെയുണ്ടായിരുന്നത്, ആരാണ് വിട്ടുപോയത് എന്ന് അവർ എളുപ്പത്തിൽ മറക്കുകയില്ല. 7, ആദ്യമായി ലഭിച്ച യഥാർത്ഥ സ്നേഹവും കരുതലുമാണ്. സ്ത്രീകൾ വേദനാജനകമായ കാര്യങ്ങൾ മാത്രമല്ല ഓർക്കുന്നത്, സന്തോഷകരമായ അനുഭവങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ജീവിതത്തിൽ ആദ്യമായി ആരെങ്കിലും സത്യസന്ധമായ സ്നേഹവും ബഹുമാനവും കരുതലും നൽകിയ നിമിഷങ്ങൾ സ്ത്രീകൾ ഒരിക്കലും മറക്കുകയില്ല. അതവർക്ക് വിലപ്പെട്ടതാണ്. ചെറിയൊരു സഹായമോ ഒരു ആശ്വാസ വാക്കോ പോലും വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ഓർത്തു വെക്കാറുണ്ട്. 8, ജീവിതം മാറ്റിമറിച്ച വാക്കുകളാണ്. ചില വാക്കുകൾ മനുഷ്യരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ്. ഒരാളിൽ ആത്മവിശ്വാസം വളർത്തിയ പ്രോത്സാഹന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഹൃദയം തകർത്ത കഠിനമായ വാക്കുകളായിരിക്കാം. ഒരു വാചകം ചിലപ്പോൾ ജീവിതകാലം മുഴുവനും ഓർമ്മയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും മുറിവുണക്കാനും കഴിയും എന്ന്. 9, താരതമ്യം ചെയ്യപ്പെട്ട നിമിഷങ്ങളാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രത്യേകതകളും കഴിവുകളും വ്യക്തിത്വവുമുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീയുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് അവളുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിനക്ക് അവളെപ്പോലെ ആയിക്കൂടെ, അവൾ നിന്നെക്കാളും നല്ലതാണ്
തുടങ്ങിയ വാക്കുകൾ അവളുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിക്കും. സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നിടത്ത് താരതമ്യം ലഭിക്കുമ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പ്രയാസമുള്ള കാര്യമായിരിക്കും. 10ാമത്തെ കാര്യം, അവളുടെ കണ്ണുനീരിനെ അവഗണിച്ചതാണ്. ഒരു സ്ത്രീ കരയുമ്പോൾ പലപ്പോഴും അവൾ വാക്കുകളെക്കാൾ കൂടുതൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ വിഷമം മനസ്സിലാക്കാതെ ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. പ്രശ്നത്തെക്കാൾ കൂടുതൽ വേദന നൽകുന്നത് പലപ്പോഴും ആരും തൻ്റെ വികാരങ്ങളെ ഗൗരവകരമായി എടുത്തില്ല എന്ന തിരിച്ചറിവാണ്. ആ നിമിഷം ഒരു സ്ത്രീ ഒരിക്കലും മറക്കുകയില്ല. 11ാമത്തെ കാര്യം, കുടുംബത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്ക് നന്ദി ലഭിച്ചത് സ്ത്രീകൾ മറക്കുകയില്ല. സ്ത്രീകൾ പലപ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെക്കുന്നവരാണ്. അവരുടെ പ്രയത്നവും ത്യാഗവും എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഒരാൾ ആത്മാർത്ഥമായി നന്ദി പറയുകയോ അവളുടെ പരിശ്രമത്തെ അംഗീകരിക്കുകയോ ചെയ്താൽ അത് അവളുടെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനം നേടുന്ന കാര്യമാണ്. ചെറിയ ഒരു നന്ദി പോലും വലിയ സന്തോഷം നൽകുകയും വർഷങ്ങളോളം ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യും. 12ാമത്തെ കാര്യം, പ്രതിസന്ധിയിൽ കൂടെ നിന്ന വ്യക്തിയെ സ്ത്രീകൾ മറക്കുകയില്ല. ജീവിതത്തിൽ സന്തോഷ സമയത്ത് പലരും കൂടെയുണ്ടാകും. പക്ഷേ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക വിഷമം തുടങ്ങിയ പ്രതിസന്ധികളിൽ യഥാർത്ഥ ബന്ധങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയപ്പെടുന്നു. എല്ലാവരും അകന്നു നിൽക്കുന്ന സമയത്ത് ഒരാൾ മാത്രം കൂടെയുണ്ടായിരുന്നെങ്കിൽ ആ കരുതലും പിന്തുണയും ഒരു സ്ത്രീ ഒരിക്കലും മറക്കുകയില്ല. അത്തരം ആളുകൾ അവളുടെ ജീവിതത്തിൽ എന്നും പ്രത്യേകമായ ഒരു സ്ഥാനമുള്ളവരായിരിക്കും. 13 അന്യായമായ കുറ്റപ്പെടുത്തലുകളാണ്. ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റം കേൾക്കുന്നത് ഏതൊരാൾക്കും വേദനാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ച് താൻ നിരപരാധിയാണെന്നറിയുമ്പോഴും ആരും തൻ്റെ വാക്കുകൾ വിശ്വസിക്കാതെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. പിന്നീട് സത്യം പുറത്തു വന്നാലും ആ വേദന പൂർണ്ണമായി മാഞ്ഞു പോവുകയില്ല. അന്യായമായി കുറ്റപ്പെടുത്തപ്പെട്ട ആ നിമിഷം പല സ്ത്രീകളും ദീർഘകാലം ഓർമ്മിച്ചു വെക്കാറുണ്ട്. സ്ത്രീകൾ എല്ലാം ഓർമ്മിച്ചു വെക്കുന്നു എന്നത് ഒരു അതിശയോക്തിയായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അവരുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച അനുഭവങ്ങൾ അവർ ഒരിക്കലും എളുപ്പത്തിൽ മറക്കുകയില്ല എന്നത് യഥാർത്ഥമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വേദനയുടെ സമയത്ത് ലഭിച്ച അവഗണനയും സന്തോഷത്തിൻ്റെ സമയത്ത് ലഭിച്ച സ്നേഹവും ജീവിതകാലം മുഴുവനും മനസ്സിൽ പൊതിഞ്ഞു നിൽക്കും. അതിനാൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടുതൽ കരുതലും ബഹുമാനവും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നാം ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയായി മാറിയേക്കാം. അതുപോലെ ഒരു തെറ്റായ പെരുമാറ്റം ഒരിക്കലും മായാത്ത മുറിവായും അവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവാനും കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.